പാലപ്പിള്ളി കുണ്ടായിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ കാട്ടാന ഇറങ്ങി ഭീതി പരത്തി. പാടിയിലെ വാഴകൃഷികളും സർവീസ് വയറുകളും നശിപ്പിച്ച ആനകൾ 2 മണിക്കൂറിലേറെയാണ് പ്രദേശത്ത് ഭീതി പരത്തിയത്. അതേസമയം വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ എസ്റ്റേറ്റിന് സമീപം പുഴയിൽ കാൽപാദത്തിന് പരിക്കേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തി. പാലപ്പിള്ളി കുണ്ടായിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന പാടിയിൽ കാട്ടാന ഇറങ്ങി. പാടിയിലെ വാഴകൃഷിയും സർവീസ് വയറുകളും നശിപ്പിച്ച ആനകൾ 2 മണിക്കൂറിലേറെയാണ് പ്രദേശത്ത് ഭീതി പരത്തിയത്. വൈദ്യുതി ഇല്ലാതായതോടെ വീട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ തോട്ടത്തിലൂടെ എത്തിയ ആനക്കൂട്ടം പാടിക്ക് മുൻപിലെ റോഡിൽ നിലയുറപ്പിക്കുകയായിരുന്നു. പിന്നീട് 2 പാടികളിലെയും വാഴകൾ നശിപ്പിച്ച ശേഷം പാടിയുടെ ഷീറ്റുകൾ മറിച്ചിടാൻ ശ്രമിച്ചു. വീട്ടുകാർ പാട്ടക്കുട്ടി ശബ്ദം വെച്ചതോടെയാണ് ആനകൾ വീണ്ടും റോഡിലേക്ക് ഇറങ്ങിയത്. കാലപ്പഴക്കം ചെന്ന പാടികളിൽ കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾ മണിക്കൂറോളമാണ് ഭീതിയിൽ കഴിഞ്ഞത്. പിന്നീട് വനപാലകർ എത്തിയാണ് ആനകളെ കാട്ടിലേക്ക് ഓടിച്ചുവിട്ടത്. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി കഴിയുന്ന നാട്ടുകാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണമൊരുക്കാൻ അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതേസമയം വെള്ളിക്കുളങ്ങര ചൊക്കനയിൽ എസ്റ്റേറ്റിന് സമീപം പുഴയിൽ കാൽപാദത്തിന് പരിക്കേറ്റ നിലയിൽ കാട്ടാനയെ കണ്ടെത്തി. കുറച്ചു ദിവസം മുൻപും കാലിനും പരിക്കേറ്റ നിലയിൽ ആനയെ കണ്ടതായി നാട്ടുകാർ പറഞ്ഞു. പിന്നീട് കണ്ടിട്ടില്ല. കാൽപാദം മുറിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന നിലയിലാണ്. നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ആന തീറ്റ എടുക്കുന്നുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. മീഡിയ ടൈം, പുതുക്കാട്.